ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അയ്യോ, ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷ് ആവണം. ക്ലീൻ ഡേ ആണ്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫയർ എക്സ്റ്റിങ്ക്വിഷൻ ഇത് കേട്ടിരിക്കുകയും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പിന്നെ പുള്ളി വെള്ളത്തിൻ്റെ ക്യാൻ ചോദിച്ചായിരുന്നു കടയില. പിന്നെ അവർക്ക് കൊടുത്തൊന്നും എനിക്കറിയാന്നുള്ള പുള്ളിയാ. ചായ വേണമെന്ന് ചോദിച്ചാൽ ചായ ഇപ്പം ഒന്നും കുടിച്ചാൽ ശരിയാവില്ല. പണ്ടൊക്കെ ആയിരുന്നേ ചായ കുടിച്ചേനാ, ഇപ്പോൾ ശരിയാവൂല. ഡയറ്റിങ് എടുത്തതിന് ശേഷം ഒന്നും പറ്റുന്നില്ല. ഇനി നേരെ പോയി കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യാം. കുറച്ച് കഴിഞ്ഞിട്ട് അത് ഫുള്ളൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം പോയി അടിയിൽ പോയി ക്ലീൻ ആകും. സൈഫ കൺട്രോൾ ചെയ്യണം, അതിൻ്റെ ലെവലെ. ഇതിപ്പോൾ ചെയ്തില്ലെങ്കിൽ രാത്രി ലെവൽ കുറയും. ഇപ്പോൾ പോയിന്ന് ഏകദേശം 40 പോയിൻ്റ് അടുപ്പിച്ച് കുറയ്ക്കുന്നു. രാത്രി തുറന്നതിന് വെച്ചിരുന്നു. അതിനെ പോയൊന്ന് ലീവ് കുറച്ച് വരും. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇരിക്കും, രാത്രി പോകൂല. ഈ 4 തന്നെ നിൽക്കും ലെവൽ. അതുകൊണ്ട് ഇപ്പം ജസ്റ്റ് ഒന്ന് പോയി കുറച്ച് വെച്ച് കുഴപ്പമില്ലാതെ പോകും. പോയി നേരെ ഫുഡ് കഴിക്കുന്നു. വിശക്കെ ബാക്കിയൊന്നും കുഴപ്പമില്ല, എല്ലാം പെർഫെക്റ്റാണ്. ഒരു സ്ഥലത്ത് അത് കറണ്ട് പോയിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ഇതിൻ്റെ സ്കാഡയുടെ കംപ്ലൈൻ്റ് എന്തോ വന്ന് പോയി ഇന്നലെ രാത്രി വീണ്ടും പോയി. എന്തിനേ ചെയ്യാൻ പറ്റില്ല, എന്തിനാവട്ടെ. നമ്മളത് നാളെ മറ്റന്നേ ടീം വന്ന് റെഡിയാക്കുമെന്ന് പറഞ്ഞു. അതും കുഴപ്പമില്ല. ഇനി പോയി ഫുഡ് കഴിക്കുന്നു, വിശക്കും. ഇതെന്തിനൊക്കെ ആട്ടയും മുട്ടയും വെച്ചുണ്ടാക്കണം. 2 മുട്ട, ഒരു ചെറിയ കുപ്പാട്ട. എത്ര ഇതിന് 1 2 3 4 5 6 7 എണ്ണം കണക്കിന്. 2 എണ്ണം ഉണ്ടാക്കിയപ്പോൾ തന്നെ കഴിച്ച് വിശക്കണായിരുന്നു. 2 ചീസ്. വേറെ കറി, ഇതിന് വേണ്ടി വേറെ കറിയൊന്നും ഉണ്ടാക്കൂല. കാരണം 2 മുട്ട യൂസ് ചെയ്തില്ലേ, അതുകൊണ്ട് പിന്നെ വേറെ കറി ഉണ്ടാവില്ല. അതിനൊരു ചീസ് തന്നെ. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പോയി വെള്ളം കുടിച്ച് സെറ്റായി. ഇനി പോയി അവിടെ ചെന്നിരിക്കുന്നു. ഞാനത് ജസ്റ്റ് പോയി ഒന്ന് ഫുഡും വെക്കണം. ഫോൺ ചാർജ് ചെയ്യണം. യെസ്, ഫോൺ ചാർജൊക്കെ ഇട്ടിരുന്നു. ഫോണും ചാർജ്. ഇനി പോയി കമ്പ്യൂട്ടർ ബേസ് നോക്കണം. ഇപ്പോഴായിട്ട് ഞാൻ അവിടെ നിന്ന് വന്നേ ഉള്ളൂ. താഴെ ശലം തൂക്കമുണ്ടായിരുന്നു. നല്ല ക്ലീൻ ചെയ്തില്ലല്ലേ, അതൊന്ന് ഫോണിൽ കാണിച്ചാൽ മനസ്സിലാവില്ല. അങ്ങനെ പിന്നെ എടുക്കാത്തത്. പെയിൻ്റ് അടിച്ചതിൻ്റെ പൊടി ഉണ്ടായിരുന്നു അവിടെ. അത് പിന്നെ പോയി ഒന്ന് തൂത്തിട്ട് ഫോണിൽ കിട്ടൂല. അത് കറമുറാന്ന് സൗണ്ട് മാത്രം കേൾക്കും. കണ്ടാൽ അറിയ പോലും ഇല്ല. സിമ്മൻ്റിട്ട തറയേണ്ട അങ്ങനെയാണ്. ലൈറ്റും അങ്ങോട്ട് വലുതായിട്ട് കിട്ടില്ല, അതുകൊണ്ട് എടുക്കാത്തത്. ഇനി പോയി കമ്പ്യൂട്ടർ ബേസിലൊന്ന് ചെക്ക് ചെയ്യണം. യെസ്, മറ്റേ പുള്ളിക്കാരൻ പോവുകയും ചെയ്തായിരുന്നു ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ. അയ്യോ, അങ്ങനെ ഫുഡും കഴിച്ച് ഇനിയിപ്പോൾ ഒന്ന് നോക്കണം. ജസ്റ്റ് പോയി റൗണ്ടൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നേരത്തെ പോയി ചെടിക്കുള്ള വഴി. അതെ, ചെടിക്കുള്ള വഴി കഴിഞ്ഞിപ്പോൾ ജസ്റ്റ് ഞാൻ കുളിച്ചൊന്ന് ഫ്രഷായി ഫോണും ചാർജ് ചെയ്തിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. സമയം പെട്ടെന്ന് പോയി. എന്നിട്ട് ജസ്റ്റ് ക്ലാഷ് ഓഫ് ക്ലാൻ ഒന്ന് വാറിൻ്റെത് എങ്ങനെയായെന്ന് നോക്കാൻ വേണ്ടി എടുത്തതും ടൈം പോയി. ഇനി പോയിട്ടൊന്ന് സൺസെറ്റ് കഴിഞ്ഞ്
പോയി എന്നാലും എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ എന്നിട്ട് പോയി ലൈറ്റൊക്കെ കയറുന്നു. 5 മിനിറ്റ് മുമ്പേ, അതായത് ഇത് തുടങ്ങുന്നതിന് മുമ്പ് വന്നിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയാണ്. അതിന് പറഞ്ഞിട്ട് കയറി ഇനിയിപ്പോൾ അടുത്ത് പോയി ഒന്ന് ലൈറ്റൊക്കെ കയറണമെന്ന് നോക്കണം. ഒരിടത്ത് മാത്രമേ കൺട്രോൾ ചെയ്യാവുള്ളൂ, ബാക്കി കുഴപ്പമില്ല. നമ്മൾ ആ സൈഫൈയും ശീലം കൂട്ടണം, അതാവാൻ വന്നിട്ട് കൂട്ടിക്കോളും. അതുകൊണ്ട് അതും വേറെ ചെയ്യാനില്ല, സെറ്റാണ്. അതുകൊണ്ട് സൈഫ അവൻ ചെയ്തോളും, ശീലം കൂട്ടണം. അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടിയാൽ രാത്രി അതനുസരിച്ച് ഓടിക്കോളും. അവൻ്റെ രീതി കൂട്ടിക്കോളും, അതാണ് നല്ലത്. നമ്മളെ രീതിയല്ല, നമ്മൾ ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് വെള്ളത്തിന്, അതുകൊണ്ട് അതും കുഴപ്പമില്ല. ഒരു കോൾ ചെയ്യാനുണ്ടായിരുന്നു, അതും ചെയ്ത് അതും സെറ്റാക്കി. ഇനി അടുത്ത് ജസ്റ്റ് അവൻ പറഞ്ഞ വരെ വെയിറ്റ് ചെയ്തില്ലായിരിക്കണം. ഏകദേശം ഇനി ടൈമും ഉണ്ട്, ഏകദേശം 1 മണിക്കൂർ 20 മിനിറ്റ് അടുപ്പിച്ചു. കുഴപ്പമില്ല, ഇവിടെ അങ്ങനെ ഇരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്. ഇവിടെ തന്നെയാണ് ഒരു 2 മണിക്കൂർ ഇവിടെ തന്നെ ഗെയിമൊക്കെ കളിച്ച് ശാലം എഡിറ്റും ചെയ്ത് ഇവിടെ അങ്ങനെ ഫോണ് ചാർജ് ചെയ്യുന്നവരെ ഒരു 40 ആവണവരെ ഇവിടെ തന്നെ ആയിരിക്കും. ടൈം പാസ്സേ, മനസ്സിലായല്ല. ഹോബി. ഓ ബൈ ഗൈസ്.